നമ്മുടെ മക്കളോട് വളരെ കരുണയുള്ള ആളുകളായിരിക്കണം നാം ഓരോരുത്തരും. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് മഹാന്മാരായ സ്വഹാബത്തിന് ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വഹാബത്തുമായി സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവിടുത്തെ പേരമക്കളായ ഹുസൈനാർ തങ്ങളുടെ അല്ലെങ്കിൽ ഹുസൈനാർ തങ്ങൾ എന്തെങ്കിലും വീട്ടിൽ വെച്ച് കരയുന്ന ഒരു ചുറ്റുപാടുണ്ടായാൽ ഉടനെ റസൂലുള്ളാഹി തങ്ങൾ എണിച്ച് ആ ഇൽമ പറയുന്ന സദസ്സിൽ നിന്ന് പോലും എണിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമായിരുന്നു. മക്കൾ എന്തിനാ കരയുന്നത്? ആ മക്കളെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പോകുമായിരുന്നു. കാരണം അത്രയും മക്കളോട് കരുണയാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. നമ്മളെ മക്കൾ ചിലപ്പോൾ കരഞ്ഞാൽ ഉമ്മമാർ പറഞ്ഞ കരയിട്ട് പഠിക്കട്ട് പാഠം പഠിക്കണമെന്ന് പറയും. തിരിച്ചു പോകല്ലോ. എന്തെങ്കിലും വീണ്ടും കരഞ്ഞാല് നമ്മുടെ പരക്കാർ പറയും കരയായിട്ട്, കുറച്ച് കരയായിട്ട്. എന്താ കാരണം? അത് നമ്മുടെ ഉള്ളിൽ കരുണയില്ലാത്തതിന്റെ അടയാണ്. മക്കളോട് എപ്പോഴും കരുണ വേണം. അതിന്റെ ഭാഗമായിട്ടാണ് മഹാന്മാർ പറഞ്ഞത്, ഒരിക്കലും നമ്മുടെ മക്കളെ നാം ശപിച്ചുകൂടാ, മക്കളെ ലാനത്ത് ചെയ്തുകൂടാ. കാരണം കൂടുതലായി ശാപം ഭരിക്കുന്നത് ഉമ്മാന്റെ ഉപ്പാന്റെ ശാപമായിരിക്കും. എത്രയോ അനുഭവങ്ങൾ പറയാൻ. ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മകനെ ശപിച്ചിട്ട് നീ ആക്സിഡന്റായിട്ട് ആരാക്കായി പോകുന്നല്ല പറഞ്ഞിട്ട്, അങ്ങനെ അതേ ഉമ്മാന്റെ വാക്ക് വലിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അപകടത്തിൽപ്പെട്ട് കാലും കയ്യും ഒക്കെ കിടന്ന് ഇന്നും ആ ശപിച്ച ഉമ്മ തന്നെ മക്കളെ പരിപാലിക്കുന്ന എത്രയോ വീടുകൾ കാണും. ആ ദേശത്തിന് സമയത്ത് പറഞ്ഞു പോവാണ്, ശപിച്ചു പോയാലോ പിന്നെ അതിന്റെ ഭവിഷ്യത്ത് പിന്നെ കാലകാലം ആ ഉപ്പമാർ അനുഭവിക്കുകയും. ഒരിക്കലും പാടില്ലാത്ത വിഷയമാണ് ശാപം. പൊതുവെ പാടില്ല, പ്രത്യേകിച്ച് ഉപ്പമാര് മക്കള് ശപിക്കാനേ പാടില്ല. കാരണം അങ്ങനെ നമ്മൾ ഒരു ദേശത്തിന്റെ സമയത്ത് പറഞ്ഞു പോകുന്നതായിരിക്കും, പക്ഷെ അതിന്റെ പേരിൽ അഥവാ പെട്ടെന്ന് കബൂലാക്കണം. ഉപ്പാന്റെ ആ ദ്വാ അത പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ സ്വീകരിച്ചാലോ അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ മുഴുവനും പിന്നെ നാം അനുഭവിക്കേണ്ടി വരും. ഒരിക്കലും പാടില്ല. ഇതൊക്കെ പറയുന്നത് നമ്മുടെ മക്കളെ നമുക്ക് ഉപകാരമുള്ള മക്കളായി മാറ്റാൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. മക്കളോട് കരുണ വേണം. മക്കളെ ഉപദേശിക്കുമ്പോ കുഞ്ഞു മോനെ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ പിടിക്കുന്ന ആ പേര് പറഞ്ഞിട്ട് അവരെ വിളിച്ചുപദേശിക്കണം. അതോടുകൂടി അവര് ഒരിക്കലും ശപിച്ചുകൂടാ. കരുണ എപ്പോഴും വേണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് 7 മക്കളാണ്. നമ്മൾ 7 മക്കൾ. വസബത്തുൻ ഔലാദുഹു ഹും ഖാസിമു സൈനബ റുഖിയ ഫാത്തിമ യാ ഫാഹിമു وأم كلثوم وعبد الله من خديجة الكبرى بترتيب زكي أتاه إبراهيم من سرية وأمه مارية القبطية. رسول الله 7 മക്കളാണ്. ആ 7 മക്കളിൽ 6 മക്കളുടെ ഉമ്മയും ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഖാസിം, സൈനബ, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹ്. 2 ആണും 4 പെണ്ണും. ആരിൽ നിന്ന്? ഫാത്തിമ ഖദീജ ഉമ്മയിൽ നിന്നും. പിന്നെ ഇബ്രാഹിം എന്നൊരു മോനുണ്ട്. ഇബ്രാഹിം അത് മാരിയത്തുൽ ഖിബ്തിയ എന്ന ഹബീബായ തങ്ങളുടെ ഭാര്യയിൽ നിന്ന് വന്നതാണ്. അങ്ങനെ 7 മക്കൾ. 3 ആണും 4 പെണ്ണുമാണ്. 3 ആണും 4 പെണ്ണാണ്. റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്ന പേര് തന്നെ അബുൽ ഖാസിം എന്നാണ്. അബുൽ ഖാസിം
അബുൽ ഖാസിം എന്ന പേരാക്കി ഇടാൻ പാടില്ല. നമുക്ക് ഖാസിമോ എന്ന ഒരു മോനെ നമുക്ക് ഉണ്ടായാലും നമ്മള് അബുൽ ഖാസിം എന്ന് വിളിക്കാൻ പാടില്ല. കാരണം അത് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ ഒരു പേരാണ്. അബുൽ ഖാസിം റസൂലുള്ളാഹിനെ വിളിക്കുന്ന ഒരു പേരാണ്. ഖാസിമിന്റെ വാപ്പ റസൂലുള്ളാഹി തങ്ങളുടെ ആദ്യത്തെ മോനാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ആദ്യത്തെ മോനാണ് ഖാസിം റളിയല്ലാഹു അൻഹു. അങ്ങനെ 7 മക്കളാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു പെണ്ണുമക്കളിൽ നിന്നിട്ട് ആദ്യത്തെ മോളാണ് സൈനബ ബീബി റളിയല്ലാഹു അൻഹ. സൈനബ ബീബി റളിയല്ലാഹു അൻഹയുടെ കുട്ടിക്ക് ഒരു രോഗം വന്നിട്ടാകുമ്പോ സൈനബ ബീബി ഹബീബായ തങ്ങളുടെ, അതായത് ഉപ്പാന്റെ അടുത്തേക്ക് ആളയച്ച്, ഉപ്പാനൊന്ന് വരാൻ വേണ്ടി പറയാൻ, കുട്ടിക്ക് കഴിയില്ല, ഒന്ന് വരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ആളയച്ചിട്ടാകുമ്പോ ഹബീബായ തങ്ങൾ തിരിച്ച് ആളയച്ചു കൊടുത്തു. സൈനബയോട് ക്ഷമിക്കാൻ പറയും. ക്ഷമിച്ചാൽ അള്ളാന്റെ അടുത്ത് വലിയ പ്രതിഫലമുണ്ട്, അവ തിരക്കൂട്ടണ്ട, ക്ഷമിക്കട്ടോ. അങ്ങനെ ആള് പോയിട്ട് പറഞ്ഞു ക്ഷമിക്കാൻ പറഞ്ഞില്ലേ. അങ്ങനെ പറിച്ചാകുമ്പോ പിന്നെയും ഇത് മരണവേദനയാണ് കുട്ടിക്ക്. സൈനബ ബീബിയുടെ കുട്ടിക്ക് മരണവേദനയാണ്. അപ്പോ 2ാമത് ആളയച്ച് കുട്ടിക്ക് വല്ലാത്ത കഴിയുന്നില്ല, അതുകൊണ്ട് ഉപ്പാനോട് വരാൻ വേണ്ടി പറയണം. അങ്ങനെ വീണ്ടും ആളയച്ചാകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ കൂട്ടിയിട്ട് സൈനബ ബീബിന്റെ വീട്ടിൽ പോകുമ്പോ കുട്ടി വല്ലാതെ പ്രയാസപ്പെടുകയാണ്. കാരണം സക്കറാത്തിന്റെ വേദനയിലാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ സൈനബ ബീബിയുടെ കുട്ടിയെ എടുത്ത് അവിടുത്തെ മടിയിൽ വെച്ച് റസൂലുള്ളാഹി അറിയാതെ അവിടുത്തെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി വരുമ്പോ സ്വഹാബത്ത് വെച്ചു റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞേ, ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞ നിങ്ങളാണോ കരയുന്നത് ചോദിച്ചു. അപ്പൊ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, സ്വഹാബ, ഇത് റഹ്മത്തിന്റെ കണ്ണീരാണ്. ഇത് കണ്ണീർ ധൃതി കൂട്ടിയിട്ടുള്ള ആ കണ്ണീരൊന്നും, അള്ളാഹിനോട് തർക്കം കൂട്ടിയിട്ടുള്ള കണ്ണീരൊന്നും അല്ല. ഇത് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കണ്ണീരാണ്. എന്റെ പേരമോൻ, എന്റെ പുള്ളി വഫാത്താവാന്റെ മോന്റെ ആ കുട്ടിയോട് എനിക്കുണ്ടായിരുന്ന റഹ്മത്തിന്റെ കണ്ണീരാണ് എന്റെ കണ്ണിൽ നിന്ന് ഒലിച്ചു വരുന്നത് എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞത്. ഇവിടെ മക്കളോടും അല്ലാത്ത എല്ലാ മക്കളോടും ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവർ, വലിയവരെ ബഹുമാനിക്കാത്ത ആളുകൾ അവൻ മുമ്പിനല്ല എന്നത്. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ മക്കളെ സംസ്കരിച്ചാൽ, ഒരു കഥപ്പ് പഠിപ്പിച്ചാൽ ആ മക്കൾ നമുക്ക് വലിയ നിഅമത്തായി മാറും. അല്ലാഹു നമ്മുടെ മക്കളെ മുഴുവൻ ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ കണ്ണുകുളിർമയാക്കുന്ന മക്കളാക്കി അല്ലാഹുവിനെ മാറ്റി തരണേ. അല്ലാഹു നമ്മുടെ മക്കളുടെയോ നമ്മുടെയോ സ്വഭാവത്തിൽ വല്ല ദൂഷ്യങ്ങൾ, അല്ലാഹു നീ പൊരുത്തപ്പെടാത്ത സ്വഭാവങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നീ സംസ്കരിക്കണേ റഹ്മാനെ. തസ്കിയത്ത് നൽകണേ അല്ലാഹു. നമ്മുടെ മക്കളെയും നമ്മയും നീ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹു ഒരുപാട് ആളുകൾ പല മുറാദുകളും വസിയ്യത്ത് ചെയ്തവരാണ്. അല്ലാഹു എല്ലാവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹു. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഞങ്ങളും വസിയ്യത്ത് ചെയ്തവരും അനുഭവിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അല്ലാഹു ഈ പരിശുദ്ധമായ ബുഖറ ഈ സമയത്തിന്റെ ബറക്കത്തുകൊണ്ട് നീ പരിഹാരം നൽകണേ അല്ലാഹു. എല്ലാവിധ അപകട മരണങ്ങളും പേടിക്കപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെയും പറയപ്പെട്ട ഓരോരുത്തരെയും നീ സലാമത്താക്കണേ അല്ലാഹു. എത്രയോ നമ്മുടെ മക്കളിൽ, നമ്മുടെ പേരമക്കളിൽ മരിച്ചുപോയവരുടെ വളർച്ചവനെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ മക്കളായിരിക്കും അല്ലാഹു. ഈ പള്ളിയുടെ പരിസരത്തിലും പല മക്കളും എടുക്കുന്നുണ്ട്. ജമാഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ അങ്ങനെ അല്ലാഹു പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിലും മക്കളെ മുഴുവൻ ആഖിറത്തിൽ നമുക്ക് വലിയ സമ്പത്തായി നീ ആക്കി തരണേ റഹ്മാനെ. നമ്മുടെ കൈപിടിച്ച് സ്വറാത്തിലൂടെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന മക്കളായി ആ മക്കളെ നീ ആക്കി തരണേ അല്ലാഹ്. നമുക്ക് നീ തന്ന മക്കൾക്ക് നല്ല പരിപൂർണ ആഫിയത്തും ആരോഗ്യവും എല്ലാ രൂപത്തിലും അല്ലാഹ് നമ്മുടെ മക്കൾക്ക് നിന്റെ പ്രത്യേകമായ കാവലും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ്
ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.